ദേശീയപാത അതോറിറ്റിയുടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കായംകുളം നഗരപരിസരങ്ങളിൽ ചെറിയ മഴ പെയ്താൽ പോലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് പരിഹാര നടപടികൾ വൈകിയ സാഹചര്യത്തിൽ ഗാന്ധിനഗർ റെസിഡന്റ് അസോസിയേഷൻ റോഡിലെ വെള്ളക്കെട്ട് നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അസോസിയേഷൻ ഭാരവാഹികൾ മേൽനോട്ടം വഹിച്ചു. കായംകുളം നഗരപരിസരങ്ങളിൽ ചെറിയ മഴ പെയ്താൽ പോലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവായ സാഹചര്യത്തിൽ മാതൃകാ പ്രവർത്തനമാണ് കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നത്. ദേശീയപാത അതോറിറ്റിയുടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് കായംകുളം പ്രദേശത്ത് പല റോഡുകളും വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പോലും ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് പലയിടത്തും വെള്ളക്കെട്ടുള്ളത്. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, കായംകുളം നഗരസഭ എന്നിവയ്ക്ക് നിരവധി തവണ നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു. എന്നാൽ ആവശ്യമായ നടപടികൾ വൈകിയ സാഹചര്യത്തിൽ അസോസിയേഷൻ ഭാരവാഹികളും അംഗങ്ങളും നേരിട്ട് രംഗത്തിറങ്ങി റോഡിലെ വെള്ളക്കെട്ട് നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയായിരുന്നു. പ്രവർത്തനങ്ങൾക്ക് അസോസിയേഷൻ പ്രസിഡന്റ് നസീബ് ഖാൻ വരിക്കപ്പള്ളിൽ, ജനറൽ സെക്രട്ടറി റിയാസ് പുലരിയിൽ, വൈസ് പ്രസിഡന്റ് നിസാർ ഇദ്രീസ്, രക്ഷാധികാരി മുഹമ്മദ് സബീർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹിലാൽ ഇദ്രീസ്, ജാസിം കൊക്കാടൻ, സാബിർ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.